സമസ്തയുടെ 100ാം വാർഷികത്തിന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകളും പ്രവർത്തകരൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഒരു വലിയ സംഘം UAE-യിൽ നിന്ന് എത്തി നേരിട്ട് കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങി നേരെ ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ആ വലിയ സംഘത്തിന് ഒരു സ്വീകരണം ഇവിടെ നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമായി തങ്ങളെ ഒരു വലിയ സംഘം സമ്മേളനത്തിലേക്ക്, ഈ ചരിത്ര നിമിഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിന്റെ ഒരു സന്തോഷം എങ്ങനെയാണ്? മാഷാ അല്ലാഹ്, ഒരുപാട് മാസങ്ങളോളമായി വളരെ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു വിങ്ങാണ് ഈ SIC UAE കമ്മിറ്റി. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നല്ല ശക്തരായ SKSF-ന്റെ പ്രവർത്തകരാണ് അതിൻ്റെ കാര്യമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരൊക്കെ വളരെ ആവേശപൂർവ്വം വളരെ ഒരുപാട് ആളുകൾ, എത്ര ആളെന്ന് എനിക്ക് തന്നെ അറിയില്ല, അത്രയും ആളുകൾ അൽഹംദുലില്ലാഹ് ഈ സമ്മേളനത്തിലേക്ക് വന്നിരിക്കുകയാണ്. മഹത്തായ സമസ്തയുള്ള ജമിയത്തുൽ ഉലമ എന്ന ആ മഹത്തായ സംവിധാനത്തിന്റെ ഒരു 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതിലേക്ക് ആളുകളായിക്കൊണ്ട് അതിലേക്ക് പങ്കുചേരാൻ വേണ്ടി, അതിലൊരു തുള്ളിയായി പങ്കുചേരുവാൻ വേണ്ടി വന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകളൊക്കെ. അൽഹംദുലില്ലാഹ്, അള്ളാഹു അവർക്കൊക്കെ ഹൈറും ബർക്കത്തും ഇസ്സത്തും നൽകട്ടെ. മഹാന്മാരായ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇന്ന് വരെയുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടനക്ക് നേതൃത്വം കൊടുത്ത് വഫാത്തായി പോയ, അതുപോലെ ഇപ്പോഴും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അവരെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇവരൊക്കെ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് നേരത്തെ വന്നതാണ് UAE-യിൽ നിന്ന്. അവരൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകട്ടെ. ഇൻഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട ഷുഹൈബ് തങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഗൾഫിലെത്തിയ ഇവിടെ നാട്ടിലേക്ക് എത്തിയ ആളാണ്. ബഹുമാനപ്പെട്ട് സംസാരിക്കുന്നത്. സംസ്ഥയുടെ 100ാം വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട് മാസങ്ങളുടെ ഒരുക്കമുണ്ട്. ആ ഒരുക്കത്തിൽ എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന ആളാണ് നമ്മുടെ UAE-കാരുടെയൊക്കെ പ്രിയപ്പെട്ട ഷുഹൈബ് തങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തി ഈ സമയം മുഴുവൻ ഓടി നടക്കുകയാണ്. ഇപ്പോഴും ഓടി നടക്കുന്നതിനിടക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. തങ്ങളുടെ ഒരു ആളുകളാണ് എത്തിയിട്ടുള്ളത്. ശരിക്കും തങ്ങളുടെ ഒരു പ്രദേശമായിരുന്നു, ഒരു കർമ്മ പ്രദേശമായിരുന്നു. അവിടെ നിന്നുള്ള ഒരു വലിയ സംഘം എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ സന്തോഷം? ഇവിടെ ഏതായാലും 100ാം വാർഷികത്തിലെ സമ്മേളനത്തിലെ ഏറ്റവും ശ്രദ്ധേയമാണ് നമ്മുടെ ഈ ക്യാമ്പ്. ലോകത്ത് ഇതുവരെ ഇത്രയും വലിയ ഒരു റെസിഡൻസ് ക്യാമ്പ് നടന്നിട്ടില്ല. 33,315 ആളുകൾ പങ്കെടുക്കുന്ന റെസിഡൻസ് ക്യാമ്പ് ഇന്ന് വേൾഡ് റെക്കോർഡിലേക്ക് പോവുകയാണ്. അതിൽ പങ്കാളിയായി പ്രവാസികളിൽ നിന്ന് ഒരുപാട് പേര് കടന്നു വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രവാസികളുമായി കടന്നെത്തിയിട്ടുള്ളത് UAE-യിലെ സമസ്ത ഇസ്ലാമിക് സെന്ററിന്റെ SKSF-ന്റെ പ്രവർത്തകരാണ്. എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിക്കുകയാണ്. 33,313 ആളുകൾക്ക് വേണ്ടി ക്യാമ്പ് ഒരുക്കുമ്പോൾ പ്രവാസികളുടെ ആവശ്യത്തിന് മുന്നിൽ 1000 പേർക്കാണ് റിസർവ് ചെയ്തിരുന്നത്. ആ 1000 പേരിലെ 440 പേര് UAE-യിൽ നിന്നുള്ളവരാണ് എന്നതിൽ ഏറെ ചാരിതാർത്ഥ്യവും സന്തോഷമുണ്ട്. അങ്ങനെ അവരെ ഒരുക്കി കൂട്ടി ഒരുമിച്ച് നമ്മുടെ നേതാക്കൾ ഈ സമ്മേളന നഗരിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ വന്ന ഓരോരുത്തർക്കും അവർക്ക് കിടക്കാൻ വീടുകൾ, റൂമുകൾ, സൗകര്യങ്ങൾ എടുത്തുമ്പോൾ ക്യാമ്പ് ആസ്വദിക്കാൻ പ്രവാസികളായ ബിസിനസ് പ്രമുഖര്, അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തൊക്കെ പോലുള്ള ആളുകൾ അവർ ക്യാമ്പിൽ കിടക്കണം, ഇവിടുത്തെ ഒരു അനുഭൂതി ഒരു ദിവസമെങ്കിലും വേണമെന്ന് പറയുന്ന രീതിയിൽ പ്രവാസികളിൽ നിന്ന് നേരത്തെ വന്നു ചേർന്നുള്ള നേതാക്കൾ ഉൾപ്പെടെയുണ്ട്. എല്ലാവരെയും ഇവിടുത്തെ സംഘാടക സമിതിക്ക് വേണ്ടി, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഖാദിമികൾക്ക് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഓരോരുത്തരും കുറഞ്ഞ ലീവില് 2-3 ദിവസത്തെ ലീവിലാണ് ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇത്തരം ആളുകളെ സ്വീകരിക്കാൻ ആ രീതിയിലുള്ള നല്ല ഒരുക്കങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു പന്തൽ എന്ന സംവിധാനം, അതായത് സാധാരണ രീതിയിലുള്ള ടാർപോളിനോ അതുപോലെ മുളയോ ഓലയോ വെച്ചല്ല, ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള വളരെ വിശാലമായ പന്തലാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ എല്ലാവിധ പ്രാഥമിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ നേരിടുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ വിളികേട്ട് വന്ന നിങ്ങൾ അത് ക്ഷമിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും പ്രത്യേകം പ്രവാസികളായ എൻ്റെ പഴയകാല സുഹൃത്തുക്കൾ, അവരെ ബഹുമാനപ്പെട്ട നാഷണൽ SKSF-ന്റെ വർക്കിംഗ് പ്രസിഡന്റ് മൻസൂർ മൂപ്പന്റെ നേതൃത്വത്തിൽ വന്ന ഈ സംഘത്തെ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട സുന്നി കൗൺസിലിന്റെ പ്രസിഡന്റ്
ബഹുമാനപ്പെട്ട പൂക്കോയത്തങ്ങളോട് ഉണ്ട്. മൻസൂർ മൂപ്പർ ബാക്കി കാര്യങ്ങൾ സംവദിക്കും. യാത്രാനുഭവങ്ങൾ നിങ്ങൾ പുറപ്പെട്ടത് മുതലേ സോഷ്യൽ മീഡിയകളിൽ ഫ്ലൈറ്റിൽ നിങ്ങളുടെ ആ ശബ്ദ തരംഗം ഇവിടെ ലോകം അറിഞ്ഞിരിക്കുകയാണ്. UAE-യിലുള്ള പ്രവാസികൾ കടന്നു വരുന്നു എന്നുള്ളത്. അൽഹംദുലില്ലാ, യാത്ര അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദീനിൻ്റെ മേഖലയിൽ സേവനം ചെയ്യുന്നുള്ള ഇസ്സത്തോടെ സേവനം ചെയ്യാൻ ഒരു സൽക്കർമ്മമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരെയും ഈ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുണ്ട്. സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിന് അതിൻ്റെ പ്രചരണോദ്ഘാടന സമ്മേളനം UAE-യിൽ വെച്ചുകൊണ്ട് നടത്താൻ തീരുമാനിക്കുകയും UAE-യുടെ ചരിത്രത്തിലെ ഒരു സംഭവമായി അത് മാറുകയും ഉണ്ടായി. അന്നു മുതൽ UAE SKSF-ൻ്റെയും സമസ്തയുടെയും പ്രവർത്തകന്മാർ ഈ ഒരു ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അൽഹംദുലില്ലാ, ഏകദേശം 1000-ഓളം ആളുകൾ ഇതിനോടകം ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ അവസാനത്തെ ടീമാണ് 3 ഫ്ലൈറ്റുകളിലായിട്ട് 150-ഓളം ആളുകൾ ഇന്നലെ രാത്രി അബുദാബിയിൽ നിന്നും റാസൽ ഖൈമയിൽ നിന്നുമായി ഇന്ന് നമ്മുടെ കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങി 3 ബസ്സിലായിട്ട് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകാൻ വേണ്ടി എത്തിയതാണ്. ഷാർജയിൽ നിന്നുള്ള സംഘത്തെ നയിച്ചത് മാഷാണ്. എങ്ങനെയാണ് മാഷ് അതിന്റെ അനുഭവം? അൽഹംദുലില്ലാ, അതിൽ ഏറ്റവും നന്ദി പറയേണ്ടത് എന്റെ കൂട്ടത്തിലുള്ള അമീർ എന്ന നിലയിൽ സഫീറാണ്. എന്നാലും അൽഹംദുലില്ലാ, പ്രവാസ ജീവിതത്തിൽ നിന്നും ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു, വലിയ പ്രതീക്ഷയായിരുന്നു. ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുമ്പോഴും ഓരോ വീഡിയോസ് കാണുമ്പോഴും ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തേണ്ടത് ആവശ്യമാണെന്നും അതിലെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയായിരുന്നു. ശരീരം എവിടെയാണെങ്കിലും മനസ്സും ഒക്കെ ഇവിടെ തന്നെയായിരുന്നു. ഓരോ ചലനങ്ങളെ കുറിച്ച് മനസ്സിലായിരുന്നു. എനിക്ക് തോന്നുന്നു സഫീറും കൂടി വിഷയത്തിനെ കുറിച്ച് പ്രതികരിക്കാൻ നന്നായിരിക്കുന്നു. ഗൾഫാർ വരുമ്പോ എപ്പോഴും പെട്ടിയിലേക്ക് ഒരു നോട്ടം ഉണ്ടാവലുണ്ട്. ഇവിടെ പെട്ടിയുണ്ട്, മിഠായി ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം പ്രവാസി യാത്ര പോകുമ്പോൾ ആദ്യം എടുത്തു വെക്കുന്ന ചില പ്രത്യേക സാധനങ്ങളുണ്ട്. അത് എന്തായാലും ഞങ്ങളുടെയൊക്കെ പെട്ടിയിലുണ്ടാവും. സഫീർക്ക, എങ്ങനെയാണ് ഇത്ര ദിവസം ആളുകൾ ഒരുമിച്ച് കൂട്ടി ഇതിന് എങ്ങനെയെങ്കിലും ചരിത്രത്തിന്റെ ഭാഗമാകുക എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമാണല്ലോ. അപ്പൊ അതിന്റെ വേണ്ടിയുള്ള ഇത്രയും ദിവസം ഒരുക്കങ്ങൾ ഏകദേശം ഒരു മാസത്തിലധികമായി നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇതിങ്ങനെ സംവിധാനം ഒരുക്കിയത്. പ്രത്യേകിച്ച് കോർഡിനേറ്റർമാരെ നിർത്തിക്കൊണ്ട് ഷാർജയിലാണെങ്കിലും മറ്റ് എമിറേറ്റ്സിലാണെങ്കിലും കോർഡിനേറ്റർമാരെ കീഴിൽ വളരെ കൃത്യമായ വ്യവസ്ഥാപിതമായ രീതിയിൽ ഇതെല്ലാ സംവിധാനങ്ങളും ചെയ്തു. എല്ലാവരും ഒരുപോലെ ഒരു മനസ്സായി നിന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒറ്റക്കെട്ടായി നിന്നു. ഒരേ സമയത്ത് എയർപോർട്ടിൽ വന്നു. വലിയ സ്വീകരണം എയർപോർട്ടിൽ കിട്ടി. വരുന്ന വഴികളിൽ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ വലിയ സ്വീകരണം കിട്ടി എന്നുള്ളതാണ് വളരെ സന്തോഷം ഉണ്ടായത്. റസാഖ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഘത്തെ സ്വീകരിക്കാനാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളുടെ കർമ്മമണ്ഡലത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അവർ വീണ്ടും ഇവിടെ എത്തി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം കൂടി ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ. അസ്സലാമു അലൈക്കും. തീർച്ചയായിട്ടും 100ാം വാർഷികത്തിൽ ഈ ഒരു ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ബുധനാഴ്ച രാവിലെ തന്നെ ഇതിൻ്റെ കൊടികയറ്റം ഉദ്ഘാടന സമ്മേളനത്തിലും ഒക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും UAE-യിൽ നിന്ന് ഒരു സംഘം വരുമ്പോൾ അവരെ സ്വീകരിക്കുക എന്നുള്ളത് അവരൊക്കെ വളരെ നേരത്തെ വരേണ്ടവരാണ്. പക്ഷേ അവർ ലീവുമായി ബന്ധപ്പെട്ട് അവർ കുറച്ച് ലേറ്റ് ആയതാണ്. പക്ഷെ അവർ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മനസ്സും എല്ലാം ഇവിടെ ആയിരുന്നു. ഈ ഒരു 100ാം വാർഷികം ഇനി നമുക്ക് ആഘോഷിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ പരമാവധി UAE-യിലെ പ്രവർത്തകർ, നേരത്തെ പറഞ്ഞ 440-ൽ കൂടുതൽ പ്രവർത്തകർ ഈ ക്യാമ്പിൽ പങ്കെടുക്കുകയാണ്. നാളെ സമ്മേളനത്തിലേക്ക് എത്തുന്നവർ വേറെയും ഉണ്ട്, നാളെ വരുന്നവർ. തീർച്ചയായിട്ടും UAE സംബന്ധിച്ചിടത്തോളം നല്ലൊരു ശക്തിയാണ് ഈ കാണിക്കുന്നത്. നേരത്തെ ദായി ക്യാമ്പിലും അതുപോലെ ജനറൽ ക്യാമ്പിലും ഇന്നലെയും മിഞ്ഞാന്ന് വന്നവർ വേറെയും ഇവിടെ ഉണ്ട്. അതിന് പുറമെയാണ് ഇന്ന് എത്തിയ ഒരു സംഘം. UAE സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു മുഹൂർത്തമാണ് ഇതിൻ്റെ. പ്രത്യേകിച്ച് നമ്മൾ സ്വീകരിച്ച ഷുഹൈബ് തങ്ങളെ പോലുള്ള ആളുകൾ, ഇതിനു വേണ്ടി ഇവിടെ കാര്യങ്ങൾ ഓടി നടക്കുന്ന നമ്മുടെ ഒരുപാട് നല്ല നല്ല നേതാക്കൾ, അവരൊക്കെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഇവിടെ എത്താൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു വന്നതിൽ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നല്ല അനുഭവം. GCC-യിൽ തന്നെ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചത് GCC-യിൽ 1000-ൽ പരം ആളുകളാണ് ക്യാമ്പിൽ വെച്ച്. 440 ആളുകൾ ആണ്. പിന്നെ അതിൽ 70-ൽ കൂടുതൽ ആളുകൾ ഷാർജയിൽ നിന്നാണ് സന്തോഷം ഇവിടെ പങ്കുവെക്കാറ്. എങ്ങനെയായിരുന്നു ദുബായിൽ നിന്ന് ഇത്രയും ആളുകളെ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ദുബായ് ശരിക്കും പറഞ്ഞാൽ ഒക്ടോബർ മാസത്തിലാണ് നമ്മളിതിന് തുടങ്ങിയത്. അന്ന് മുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പലരും. പക്ഷേ അന്ന് പ്രീ ക്യാമ്പിൻ്റെ സെഷൻ വന്നപ്പോൾ പലരും അതിന് മുമ്പ് പോരാൻ തന്നെ ആഗ്രഹം കാണിക്കുകയും ഏകദേശം ദുബായിൽ നിന്നുള്ളൊരു 10-20 പേര് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ ഒരു ചരിത്ര നിമിഷത്തിലേക്കാണല്ലോ എത്തിച്ചേരുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എന്താണ്? കുറച്ച് വൈകിയെന്നുള്ളൊരു വിഷമമുണ്ട് എല്ലാവർക്കും. കാരണം കഴിഞ്ഞൊരു 4 ദിവസം അവിടെ ശരിക്കും വളരെ സങ്കടത്തോടു കൂടി ഇവിടെ എത്താനുള്ള ആ ഒരു വളരെ താല്പര്യത്തോടു കൂടിയാണ് അവിടെ കഴിച്ചു കൂട്ടിയത്. അൽഹംദുലില്ലാ, ഇന്ന് ഏതായാലും ഈ ഒരു അവസാന നിമിഷത്തിൽ ഇവിടെ എത്താൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഓക്കെ, നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞതുപോലെ വൈവിധ്യങ്ങളുടെ ഒരു വലിയ കാഴ്ച തന്നെയാണ് ഈ 100ാം വാർഷിക സമ്മേളനം എന്നുള്ളത്. അപ്പോൾ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള മനുഷ്യർ അത് അവസാന നിമിഷത്തിൽ കൂടി നാളെ ഒരു വലിയ മഹാസമ്മേളനം നടക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UAE-യിൽ നിന്നുള്ള വലിയ സംഘമാണ് ഇപ്പോൾ
നമുക്ക് ചുറ്റുമുള്ളത്. കൂടുതൽ കാഴ്ചകൾക്ക് വേണ്ടി ഗൾഫ് സുപ്രഭാതത്തോടൊപ്പം തന്നെ തുടരുക.